ഹായ് ഡോക്ടർ. ഹായ് സർ. ഹലോ. പ്രഭാത സവാരി പതിവായിട്ട് ഇവിടെയാണോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമില്ല. നമ്മുടെ ചിന്താഗതിയും അങ്ങനെ ആയ ഒന്നിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഡോക്ടർ. ഞാൻ പറഞ്ഞത് ഡോക്ടർക്ക് മനസ്സിലായില്ല അല്ലേ? ഒരു അൺനോൺ നമ്പറിന്റെ കാര്യം ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ആ, അതിന്റെ സോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ സർ? നോ. അതുപോലൊരു കേസാണല്ലോ റോസ്മേരി ഹോസ്റ്റലിന്റെ വാർഡന് വന്ന കോള്. യെസ്, ബട്ട് താങ്കൾ അതിന് സീരിയസ് ആയി എടുത്തില്ല. ആ വിഷയം ഞാൻ ഗൗരവമായിട്ട് തന്നെയാണ് കണ്ടത്. റീന മാഡത്തിന്റെ നമ്പരും ഞാൻ സൈബർ സെൽ വഴി തന്നെയാണ് ട്രേസ് ചെയ്തത്. എന്നിട്ട് ദ റിസൾട്ട് ഈസ് സെയിം. ഡോക്ടറുടെ നമ്പറിന് കിട്ടിയ അതേ റിപ്ലൈ തന്നെയാണ് സൈബർ സെല്ല് റീന മാഡത്തിന്റെ നമ്പറിന്റെ കാര്യത്തിലും തന്നത്. അങ്ങനെ ഒരു അൺനോൺ നമ്പർ കോൾ റീന മാഡത്തിന്റെ ഫോണിൽ വന്നതായിട്ട് കാണുന്നില്ല. എനിക്കും റീന മാഡത്തിന് വന്ന കോൾസിന്റെ മെസ്സേജ് ക്രൈമാ. പോലീസിനെ ഈ ക്രൈം ഇൻഫർമേഷൻ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യത ആയതുകൊണ്ട് അറിയിച്ചത്. അതിനെക്കുറിച്ച് താങ്കൾ അന്വേഷിക്കണം. ദിസ് ഈസ് എ വെരി സീരിയസ് കേസ്. ഇതൊരു സീരിയസ് കേസാണെന്ന് ഡോക്ടറുടെ തോന്നല. നിങ്ങൾക്കോ റീന മേഡത്തിനോ വരാത്ത ഒരു അജ്ഞാത കോളിന് പിന്നാലെ പോയി പോലീസിന് സമയം കളയാനാവില്ല. ഒരാളുടെ സങ്കല്പത്തിലെ ക്രൈമുകൾ പോലീസ് എങ്ങനെ അന്വേഷിക്കും? പോലീസിന് വേണ്ടത് എവിഡൻസ് ആണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്കാണെങ്കിൽ തരാൻ ഒരു എവിഡൻസും ഇല്ല. സോ സോറി ഡോക്ടർ. സർ, സർ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇറ്റ്സ് എ റിയാലിറ്റി. ബട്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ് എന്റെ പ്രശ്നം. നമുക്കെന്തായാലും വീണ്ടും കാണാം പുതിയ എവിഡൻസുമായിട്ട്. ഈ ഡോക്ടർ എന്തിനാ ഒരു ക്രൈം ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ക്രൈം ഹിസ്റ്ററിയും ഇയാൾക്കില്ല. പിന്നെന്താണ് ഈ അൺനോൺ നമ്പർ? അയാൾ പോലീസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ റീന മേഡത്തെ കൊണ്ട് കളവ് പറയിപ്പിച്ചതായിരിക്കും. ആരുടെ ആയിരിക്കും റീന മേഡത്തിന് വന്ന ആ അൺനോൺ കോൾ? What is happening between them? നിങ്ങളായിരുന്നു? നിങ്ങളെന്താ രാവിലെ തന്നെ വന്നത്? ഞങ്ങള് കോളേജിലേക്ക് പോകുന്ന വഴിയാ ജോസഫേട്ടാ. പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറി ഗബ്രിയേൽ സാറിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നിങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതെ ജോസഫേട്ടാ, ഞങ്ങൾ എല്ലാരും ഒരു ബാച്ചാ. നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് കാണുമ്പോ ഞാൻ എന്റെ സ്കൂളിലെ ഓരോന്നും ഓർക്കും. ജോസഫേട്ടന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നോ? ഞങ്ങൾ 6 പേരായിരുന്നു കൂട്ടുകാർ. ഒരേ ക്ലാസ്സിലായിരുന്നു ഞങ്ങളും. ആ കൂട്ടുകാരൊക്കെ ഇപ്പൊ എവിടെയാ? എല്ലാവർക്കും ജോസേട്ടന് പ്രിയായിരിക്കുമല്ലോ. എല്ലാരും ജോലിയും കുടുംബമൊക്കെ ആയിട്ട് ഓരോരോ നാട്ടിലായിരിക്കും അല്ലേ ജോസഫേട്ടാ? അവരൊക്കെ വേറൊരു നാട്ടിലാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും എക്സ്കർഷന് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്റെ 5 കൂട്ടുകാർ ഡാമിൽ വീണ് മരിച്ചു. ഞങ്ങള് ജോസഫിന്റെ ഫ്രണ്ട്സിനെ പറ്റി ചോദിച്ചത് വിഷമമായോ? അല്ല, നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ സാറ് പറഞ്ഞായിരുന്നു. കിരണിനെ നേരിട്ട് കാണണമെന്ന് ഗബ്രിയേൽ സാർ വിളിച്ചു പറഞ്ഞായിരുന്നു. അല്ല, ഇത് എല്ലാരും ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ കിരണിനെ ബോക്സിംഗ് അക്കാഡമി വന്ന് കാണാന്നല്ലേ പറഞ്ഞത്. അവിടെ വന്നാ സംസാരിക്കാനൊന്നും പറ്റില്ല സർ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇവിടെ നിൽക്കണ്ട, അകത്തിരിക്കാം. ചെന്നട്ടെ. സാറിപ്പോ പഴയതുപോലൊന്നും അല്ലല്ലോ. അവരെയെല്ലാം കണ്ടപ്പോ പതിവില്ലാത്ത സന്തോഷം സാറിന്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇനിയിപ്പോ കിരൺ വന്നതുകൊണ്ടാണോ?
നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ അഭയകേന്ദ്രത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയോ? എന്തുപറ്റി? അഭയകേന്ദ്രത്തിൽ നിന്ന് അമ്മയെ റിലീസ് ചെയ്യുന്നതിന് ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞങ്ങൾ അക്കാര്യം സാറിനോട് സംസാരിക്കാനാ വന്നത്. അത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയല്ല സർ. അംബിക നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയല്ലേ? അല്ല സർ, ഞങ്ങൾക്ക് ആള് മാറിപ്പോയി. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ഉദ്ദേശിച്ച അംബിക തന്നെയാ അവരെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ? നിങ്ങൾ ആ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞതുമാണല്ലോ. അല്ല, ഇതിനിടയിൽ പിന്നെ എന്താ സംഭവിച്ചേ? അഭയകേന്ദ്രത്തിലെ അംബിക ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മ തന്നെയാണെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങൾ മടങ്ങിയത്. പക്ഷെ ഫ്രണ്ട് അംബികയുടെ ഫോട്ടോ കണ്ടിട്ട് അതാ ഫ്രണ്ടിന്റെ അമ്മ അല്ലെന്നാ പറയുന്നേ. മോഴക്കുന്ന എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന 48 വയസ്സുള്ള വേറെ ഏതോ അംബികയത്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മ അംബികയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാറിന്റെ സഹായം ഇനിയും വേണം. അതിനാ ഞങ്ങൾ വന്നത്. സർ, അതേ സ്ഥലത്ത് താമസിച്ചിരുന്ന മറ്റൊരു അംബിക കൂടിയുണ്ട്. ആ അംബികയെ കണ്ടെത്തേണ്ടത്. അല്ല, നിങ്ങളുടെ ഈ ഫ്രണ്ട് ആരാ? ആ ഫ്രണ്ട് എന്താ കൂടെ വരാതിരുന്നേ? ഫ്രണ്ട് ഈ സ്ഥലത്തല്ല താമസിക്കുന്നത്. അല്ല, ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആള് അവനാണോ അവളാണോ? അത് അവളാണ് സർ. അവളുടെ അമ്മയെ കണ്ടെത്താൻ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറെ പരിശ്രമിച്ചിട്ടാ ഈ അംബികയെ തന്നെ കണ്ടെത്തിയത്. നിങ്ങൾ പറഞ്ഞ അംബികയെ കണ്ടെത്താൻ ചിലപ്പോ ഇനിയും കൂടുതൽ സമയമെടുക്കും. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. താങ്ക് യു സർ. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. ഓക്കെ. അയ്യോ, പോവേണോ? കാപ്പി കുടിക്കാതെ പോകല്ലേ. നിക്കേ, ഇപ്പൊ എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട ജോസഫേട്ട, ലേറ്റായ ഹോസ്റ്റലിലെ പ്രശ്നമാവും. വാ, ഇറങ്ങാം. കിരൺ, ഒന്ന് നിൽക്കണേ. എന്താ സർ? എനിക്കൊരു കാര്യം നിങ്ങളിൽ നിന്ന് അറിയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അനോണിമസ് കോൾസ് വരാറുണ്ടോ?